ഉച്ചയ്ക്ക് ഭക്തരുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞ വേളയിൽ കണ്ണൻ എവിടേക്കോ ധൃതി പിടിച്ച് അങ്ങോട്ട് ഇറങ്ങണു. അച്ഛൻ തിരുമേനി ചോദിച്ചു, ഇതെങ്ങട്ടാ ഉണ്ണി ഇന്നത്തെ യാത്ര? അതോ, മണ്ണാറശാല അമ്മയ്ക്ക് എന്നെ കാണണമെന്നൊരാഗ്രഹം. ഒന്നവിടം വരെ പോയിട്ട് വേഗം വരാട്ടോ. കുറേ നാളായി അമ്മയെ കണ്ടിട്ട്. അന്നാ ഒന്ന് നിൽക്കൂ, ഈ പാത്രത്തിൽ ഇച്ചിരി പാൽപ്പായസം തരാം, ഇതും കൂടി കൊണ്ടു കൊടുത്തോളൂ. കണ്ണന് സന്തോഷമായി. വേഗം തിരുമേനിയുടെ കയ്യിൽ നിന്ന് പായസവും വാങ്ങി നിമിഷ നേരം കൊണ്ട് മണ്ണാറശാലയിലെത്തി. ഭക്തരുടെ തിരക്കും അവിടുത്തെ കുളവും കുളത്തിലെ ആമയും ഒക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻകാവ് കണ്ടു. അപ്പൂപ്പൻകാവോ? കുറുമ്പൻ പതുക്കെ ആരും കാണാതെ ആ കാവിലേക്ക് കടന്നു. എന്തോ ഇച്ചിരി നിരാശയോടെ മടങ്ങി. തിടുക്കത്തിൽ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നു. കണ്ണനെ കണ്ടതും അമ്മ രണ്ട് കൈയും നീട്ടി വിളിച്ചു, എൻ്റെ ഗുരുവായൂരപ്പാ, ഉണ്ണി വന്നോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി ചെന്ന് മടിയിൽ കയറി അങ്ങോട്ട് ഇരുന്നു. വാത്സല്യം ചൊരിയുന്ന അമ്മയെ കണ്ട് കണ്ണൻ മനസ്സിൽ പറഞ്ഞു, കുറൂരമ്മയെ പോലെ തന്നെ. പായസപാത്രം നീട്ടി അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ തിരുമേനിയുടെ അന്വേഷണമാണ് കേട്ടോ. എന്നിട്ട് അല്പം വിഷമത്തോടെ ചോദിച്ചു, എന്താ അമ്മേ, അപ്പൂപ്പൻകാവിൽ അപ്പൂപ്പൻ താടിയില്ലാത്ത? അമ്മ ഉണ്ണിയുടെ മുഖത്ത് നോക്കി ഒരു ഉമ്മ കൊടുത്തു. അടുത്ത വരവിന് അപ്പൂപ്പൻ താടി കാണാട്ടോ എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. മടിയിലിരുത്തി ഓമനിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം മാറാൻ ഉരുളി കമിഴ്ത്തി മണ്ണാറശാല അമ്മയുടെ അനുഗ്രഹത്തിന് നമസ്കരിക്കുന്ന ഭക്തരുടെ നെറുകയിൽ ആ അമ്മയുടെ മടിയിലിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞു കാൽപാദങ്ങൾ ഭക്തരുടെ നെറുകയിൽ സ്പർശിക്കുന്നു. ആശീർവദിക്കുന്ന ആ കാഴ്ച, ആ അത്ഭുത കാഴ്ച, ആ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.